ബിഗ് ബോസ് ആൻഡ് നമ്മുടെ ജാഫ്രിക്കായും ഫാമിലിയും ജാസ്മിനെ കാണാൻ വേണ്ടി അകത്ത് പോയി. നീ ചിരിച്ച് വർത്താനം പറയട്ടോ, അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും. നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും. മറ്റവന്റെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് ഫോ സെറ്റ്. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വായിക്കണ പോലെയാണ് എവിടെയൊക്കെ പള്ളിക്കൂടത്തിൽ പിള്ളകളെ വിടണത്. അവരത് ചെയ്തേ പറ്റുള്ളൂ. അവരെന്തൊക്കെയാണ് അനുഭവിക്കുന്നതെന്ന് അവർക്കേ അറിയാവൂ. അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. കുരുത്തക്കെട്ട പിള്ളേരുണ്ടായ വയസ്സുകാലത്ത് തന്തമാർക്കിയത് തന്നെ പ്രയോജനം. ഒരു കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുന്ന ഒരു പെങ്കൊച്ച് പോയി ഇങ്ങനെ വേറൊരുത്തന്റെ ഫോട്ടോ നോക്കിയൊക്കെ ഇരുന്ന് പറയുന്നത്, ഞാൻ ഫോർ എ വെരി മോഡേൺ സൊസൈറ്റി ഇറ്റ്സ് ഫൈൻ. ആ സ്ത്രീക്ക് ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ അവൾക്ക് ഇവന്റെ ചായയിൽ ഒരു കൊടക്കമ്പി ഇവിടെ ജനിച്ചാനെ. അതിനുള്ള ശക്തി നിനക്ക് മറ്റവന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ. സത്യം പറഞ്ഞാൽ അത് ഡീകോഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വയലന്റ് ആവും, ഞാൻ ചീത്ത വിളിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അതൊക്കെ ആലോചിക്കുമ്പോ എത്രയും പെട്ടെന്ന് തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. അവനൊരു വ്യക്തിയാണെന്നുള്ളത് ഒരു വളരെ ബേസിക് മര്യാദ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യാത്തത്. ഈ നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. പിന്നെ അവരൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്. അവർക്ക് മറ്റേ ഗേൾ ഫ്രണ്ട് വേറൊരുത്തനുമായിട്ട് ഇരുന്ന് കടിക്കുകയും നക്കുകയും അവൻ പീച്ചി വടക്കയൊക്കെ കണ്ടാലും അവരൊക്കെ നീ അവളുടെ കിടപ്പറയൊക്കെ തന്നല്ലേ ഒരുമാതിരി കോണ അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. നിനക്കതിലൊരു ഭാവി കിട്ടോ മോനെ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ വെരി ഗുഡ്. അതൊക്കെ എനിക്കൊന്നും പറയാല്ല, നിങ്ങളെ ലൈഫ്. പക്ഷെ ആ പെണ്ണ് പറയുന്നൊന്നും നീ വിശ്വസിക്കല്ലേട്ടാ. അവര് ഇന്നടിയാണെങ്കിൽ നാളെ അടയും ചക്കരയാ. പക്ഷെ ഞാൻ പറയും, ഈ സാധനം നിങ്ങൾ പുറത്തോട്ട് വിടുമ്പോൾ ഇതിന് ബാക്ക് ഫയർ ഉണ്ടാവും. അത് വരും, അതങ്ങനെയാണ്. ബിക്കോസ് നിങ്ങളെ പോലെ ചിന്തിക്കുന്നവരല്ല ഒരു മറ്റേ മെജോറിറ്റി ഓഫ് പീപ്പിൾ. ആവറ്റകൾ ഇപ്പോഴും പറഞ്ഞ് നാറ്റിക്കണേ. ആ ചിങ്കാരപ്പെട്ടി വേലന്റെ ഒരു കൂട്ടം കുതിരയെടുപ്പും ഗോപ്പും എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. മറ്റേ മെജോറിറ്റി ഓഫ് പീപ്പിൾ, അതിൽ ഞാനും ഇൻക്ലൂഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല. കാണും ഒരു നാടാവുമ്പോ നിന്നെ പോലുള്ള ചെറ്റകളും ധാരാളം കാണും. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ബേസിക് മാൻ ഒരു റെസ്പെക്ട് ഉണ്ട് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ. അത് കമ്മിറ്റ്മെന്റ് എന്തും പറയാതിന്. അത് പൊസസീവ്നെസ് അല്ല. പൊസസീവ്നെസ് എന്ന് പറയുന്നത് കേട്ടെടുത്തോളം ഒറ്റകള് ഒരു ജാതി ചാട്ടുൾ ടീമാ. എറിഞ്ഞ കുത്തിയരിക്കണം, ഇല്ലെങ്കിൽ പണ്ടാരാവും. സ്ലിപ്പാണ്ട് കുത്താനുള്ള ട്രെയിനിങ് ഒക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അത് വിടും. ആരെടുത്ത് പോയി സംസാരിച്ചാലും നിന്നെ കൊല്ലിഞ്ഞ എന്ന് പറഞ്ഞ ആ സാധനം അത് മറ്റേത് മെന്റൽ ഡിസോർഡർ. മനസ്സിലായ? അതുകൊണ്ട് ദൈവത്തിന് ഓർത്ത് ചുപ്പ് രഹോ. തന്റെ ഈ മാതിരി വേഷം കിട്ടുന്ന ഇവിടെ നടക്കില്ല. ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം, അല്ലാതെ രണ്ടും കെട്ട ജന്മാവരുത്. എവൾ ഈ കിടന്ന് ഇയാൾ ഫോട്ടോ ഒക്കെ എടുത്ത് പോയപ്പോ ഇവള് കിടന്ന് ഈ അലറി കരയണ കണ്ടായിട്ട് നോക്ക് നീ എന്തോന്നാ കിടന്ന് കാണിക്കാ നോക്ക്. ഞാൻ എന്റെ കൂട്ടുകാരൻ ഒരു ഫോട്ടോ എടുത്ത് എന്റെ കൂട്ടുകാരന്റെ ഫോട്ടോ ഇട്ടാളിയാ ഞാൻ ഫുഡ് കഴിച്ചു, നീ എന്ത് ചെയ്യുന്നു എന്നൊന്നും ഞാൻ പറയാറില്ല. എന്തോ വിഷയം എന്തോ ഒരാണും പെണ്ണും അടുത്തിരുന്നു എന്ന് വെച്ചിട്ട് വിഷയം ഞാൻ അങ്ങോട്ട് വന്നോണ്ടല്ലോ എന്നെ കവാലം പുറകെ ഞാൻ ചൂടായി തണുപ്പിച്ചതാ. ഞാൻ പറഞ്ഞേ, നീ വെളിയിറങ്ങിയിട്ട് ഇത് ഫേസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഒന്ന് വെളുപ്പിക്കട എല്ലാം കൂടെ പ്ലീസ്. തലയിലെടുത്തെന്ന് വിചാരിച്ചാൽ മതി. ഓരോരുത്തർക്ക് പടച്ചോൻ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്.